കർണാടകയിൽ ദളിത് വിദ്യാർത്ഥികളെ കൊണ്ട് സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കിച്ച സംഭവത്തിൽ പ്രിൻസിപ്പലും അധ്യാപകനും അറസ്റ്റിൽ. കോലാർ ജില്ലയിലെ മൊറാർജി ദേശായി സ്കൂളിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ അത് പ്രചരിച്ചതോടെയാണ് നടപടിയുണ്ടായത്. ശിക്ഷയുടെ ഭാഗമായാണ് കുട്ടികളോട് സ്കൂളിനു പിന്നിലെ സെപ്റ്റിക് ടാങ്കിൽ ഇറങ്ങി വൃത്തിയാക്കാൻ അധ്യാപകർ ആവശ്യപ്പെട്ടത്. സെപ്റ്റിക് ടാങ്കിൽ ഇറങ്ങി ബക്കറ്റിൽ മാലിന്യം കോരുന്നതും വെള്ളമൊഴിച്ച് കഴുകുന്നതും അടക്കമുള്ള ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അധ്യാപകനും പ്രിൻസിപ്പലും ഇവർക്ക് നിർദ്ദേശങ്ങൾ നൽകി സമീപത്തുണ്ടായിരുന്നു. 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന 6 വിദ്യാർത്ഥികളെയാണ് സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കാൻ നിയോഗിച്ചത്. സമാന രീതിയിൽ സ്കൂൾ മൈതാനവും ക്ലാസ് മുറികളും വൃത്തിയാക്കാൻ അധികൃതർ വിദ്യാർത്ഥികളെ നേരത്തെയും നിയോഗിച്ചിരുന്നതായി ആരോപണമുണ്ട്. അധ്യാപകർ തന്നെയാണ് വിദ്യാർത്ഥികളെ കൊണ്ട് സെപ്റ്റിക് ടാങ്ക് കഴുകിക്കുന്ന വീഡിയോ മൊബൈൽ ഫോണിൽ പകർത്തിയത്. സ്കൂളിൽ തങ്ങൾ അനുഭവിക്കുന്ന അതികഠിനമായ പീഡനങ്ങൾ വിവരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ തങ്ങളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നതും വീഡിയോയിൽ കാണാം. രാത്രിയിൽ ഹോസ്റ്റലിന് പുറത്ത് മുട്ടുകുത്തി നിർത്തി ശാരീരിക പീഡനം ഉൾപ്പെടെയുള്ള ശിക്ഷയ്ക്ക് വിധേയരായതായി വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് മൊറാർജി ദേശായി റെസിഡൻഷ്യൽ സ്കൂൾ. 6 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലായി 243 വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. ഇതിൽ 19 പേർ പെൺകുട്ടികളാണ്. ഡിസംബർ 1 ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പ്രചരിച്ചതോടെയാണ് അധികൃതർക്കെതിരെ നടപടി വരുന്നത്. സംസ്ഥാന റെസിഡൻഷ്യൽ സ്കൂൾ ഡയറക്ടർ, സാമൂഹ്യക്ഷേമ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എന്നിവർ സ്കൂളിലെത്തി അന്വേഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ ഭരതമ്മ, അധ്യാപകൻ മുനിയപ്പ, ഹോസ്റ്റൽ വാർഡൻ മഞ്ജുനാഥ്, ഗസ്റ്റ് അധ്യാപകൻ അഭിഷേക് എന്നിവരെ സസ്പെൻഡ് ചെയ്തു. ഭരതമ്മയും മുനിയപ്പയും അറസ്റ്റിലായെങ്കിലും മറ്റുള്ളവരെ ഇനിയും കണ്ടെത്താനുണ്ട്. സാമൂഹ്യക്ഷേമ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ശ്രീനിവാസ് നൽകിയ പരാതിയെ തുടർന്നാണ് 4 പേർക്കെതിരെ കേസെടുത്തതെന്ന് കോലാർ പോലീസ് സൂപ്രണ്ട് അറിയിച്ചു. കുട്ടികളുടെ വീഡിയോ എടുത്ത് സമൂഹമാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തതിന് 4 പേർക്കെതിരെ അതിക്രമ നിയമപ്രകാരവും കേസെടുത്തിട്ടുണ്ട്. ചിത്രകലാ അധ്യാപകൻ മുനിയപ്പയ്ക്കെതിരെ പോക്സോ പ്രകാരമാണ് പോലീസ് കേസെടുത്തത്. മുൻപും ഇതേ സ്കൂളിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗ വിദ്യാർത്ഥികൾക്കെതിരെ അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് 24.